തിരികെ വാർത്തകളിലേക്ക് എത്തുകയാണ്. വൻകിട ഷിപ്പിംഗ് കമ്പനികൾ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള യാത്ര റദ്ദാക്കുന്നു. എപെക് ലോയിഡ് ഉൾപ്പെടെ വിവിധ കമ്പനികൾ സർവീസ് റദ്ദാക്കി. സംഘർഷം നീണ്ടാൽ ഗൾഫിലെ ചരക്കു നീക്കത്തെ അത് കാര്യമായി ബാധിക്കും. വി കെ സുഹൈൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലെടുക്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലോക സാമ്പത്തിക രംഗത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതാണ് ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യമേറ്റുന്നത്. ഈ രാജ്യങ്ങളെ പരിശോധിക്കുക. ഇവിടെ ഇറാനുണ്ട്, സൗദി അറേബ്യ, UAE, ഒമാൻ. ഈ രാഷ്ട്രങ്ങൾക്കിടയിലാണ് ഇവിടെ പേർഷ്യൻ ഗൾഫ്, ഇപ്പുറത്ത് ഗൾഫ് ഓഫ് ഒമാൻ. ഇതിൻ്റെ ഇടയിൽ വളരെ ഇടുങ്ങിയ ഒരു കപ്പൽ പാതയാണ് ഈ ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം ഈ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം അങ്ങോട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ചരക്ക് നീക്കം നടക്കുമ്പോൾ ഇവിടെ നോക്കുക, UAE പോലെയുള്ള ഒരു രാജ്യത്തിന് അപ്പുറത്തേക്ക്, അതായത് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്കും എല്ലാം ചരക്ക് നീക്കം നടക്കണമെങ്കിൽ ഇതിലൂടെ തന്നെ പോകണം. ഈ ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെ ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയും. ഈ ഗതാഗതം തന്നെ ആകെ തടസ്സപ്പെടും. ഇപ്പോൾ നടക്കുന്നത്, ഇറാൻ യുദ്ധം നടക്കുന്നതോടുകൂടി ഈ കപ്പൽ പാത അടക്കും എന്ന് പലതവണ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ അടച്ചിട്ടില്ല. 3 കാര്യങ്ങളാണ് ഇറാന് ചെയ്യാനുള്ളത്. ഒന്ന്, ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കുക. മറ്റൊന്ന്, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള US ബേസിനെ അടിക്കുക. മൂന്നാമത്തെ, അവസാനത്തെ ഒരു ആയുധമാണ് ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അടക്കുക എന്നുള്ളത്. അതിപ്പോൾ പൂർണ്ണമായും ഇറാൻ ചെയ്തിട്ടില്ല. കാരണം ഇറാൻ ചെയ്യുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമാണ്. കാരണം ഇറാൻ്റെ ചരക്ക് നീക്കവും ഈ വഴി തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം നോക്കുകയാണെങ്കിൽ 25% ക്രൂഡ് ഓയിലിൻ്റെയും നീക്കം നടക്കുന്നത് ഈ ഏരിയയിലാണ്. അതായത് ക്രൂഡ് ഓയിൽ, ലോകത്തിലുള്ള ആകെ ഉള്ള ക്രൂഡ് ഓയിലിൻ്റെ ഒരു ചരക്ക് നീക്കം നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും നടക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ, പിന്നീട് ഒമാൻ, ഇവിടെ നിന്നെല്ലാമുള്ള ചരക്ക് നീക്കം നടക്കുന്നത്, ക്രൂഡ് ഓയിലിൻ്റെ നീക്കം നടക്കുന്നത് ഇതിലൂടെയാണ്. അതിൻ്റെ എന്തുകൊണ്ട് ഈ ഹോർമുസ് കടലെടുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു നീളം അതേപോലെ തന്നെ വീതി പ്രധാനമാണ്. 39 കിലോമീറ്റർ നീളവും അതേപോലെ തന്നെ 33 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഈ കടലെടുക്ക് അവിടെ അതിലൂടെ ആർക്കും വേണമെങ്കിൽ അവിടെ ഈ മേഖലയുടെ സ്വാധീനമുള്ള, പ്രത്യേകിച്ചും ഇറാന് ഇവിടേക്ക് ഇറങ്ങിക്കളിച്ചാൽ ഇറാനാണ് ഈ മേഖലയിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരിടം. അതുകൊണ്ട് അതങ്ങ് അടച്ചു കഴിഞ്ഞാൽ ആ ചരക്ക് നീക്കം പൂർണ്ണമായും ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഹോർമുസ് കടലെടുക്ക് എപ്പോഴും ഇറാൻ്റെ ഒരു തുരുപ്പ് ചീട്ടായി അവിടെ നിൽക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് ഇറാൻ അടക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചൈനയ്ക്ക് കൂടി അത് തിരിച്ചടിയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്ക് ചൈനയുടെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് വലിയ വ്യാപാര മേഖലകളുണ്ട്, സാമ്പത്തികമായി വളരെ നേട്ടമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് ഈ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയ റോളില്ല. എണ്ണ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. പ്രധാനമായും വെനസ്വേലയിൽ നിന്നും രണ്ടാമത് ഇറാനിൽ നിന്നുമാണ് അവിടേക്ക് എണ്ണ എത്തിയിരുന്നത്. അപ്പോൾ ചൈനയുടെ ആദ്യത്തെ പ്രധാന മേഖലയായ വെനസ്വേല അത് ഇപ്പോൾ നിക്കോളസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയി അമേരിക്ക അടച്ചു കഴിഞ്ഞു. അവിടെയുള്ള എണ്ണ US കമ്പനികൾക്ക് കൈമാറാൻ പോവുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇല്ലാതെയാവുന്നു. രണ്ടാമത്തെ ഒരു മേഖലയാണ് ഇറാൻ. ഇറാനിൽ നിന്ന് എണ്ണ അവിടേക്ക് എത്തണമെങ്കിൽ ഹോർമുസ് കടലെടുക്ക് വഴി തന്നെ എത്തണം. അപ്പോൾ ഹോർമുസ് കടലെടുക്ക് കൂടി അടച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഒഴിവാകുന്നു, അതേപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണയും ഒഴിവാകുന്നു. അതോടുകൂടി ചൈന വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അവരുടെ ഫാക്ടറികൾ, അവരുടെ വ്യവസായശാലകൾ, അവരുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ഇന്ധനം അതെല്ലാം നിലച്ചുപോകും. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇറാൻ ചൈനയ്ക്ക് പ്രധാനമാകുന്നത്, ഹോർമുസ് കടലെടുക്കും ചൈനയ്ക്ക് പ്രധാനമാകുന്നത്. മറ്റു രാജ്യങ്ങൾ ഇന്ത്യയും ജപ്പാനും കൊറിയൻ രാജ്യങ്ങളുമാണ് ഈ മേഖലയിൽ നിന്നും കൂടുതലായും എണ്ണ അങ്ങോട്ട് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ജപ്പാനും കൊറിയക്കുമെല്ലാം ഹോർമുസ് കടലെടുക്ക് അടച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി നേരിടും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പൂർണ്ണമായും ഒരു 50% എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്നാണ് വരേണ്ടത്. പല ഇടങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാറുണ്ട്. പക്ഷേ സൗദി അറേബ്യ, അതേപോലെ തന്നെ UAE, ഇറാൻ പോലെയുള്ള ഈ മേഖലയിൽ നിന്നാണ് കൂടുതലായും 50% ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ആ മേഖല അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കും വലിയ പ്രതിസന്ധിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത് അവിടെ ഇറാനിലോ അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലോ ആണ് എങ്കിലും അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്വർണ്ണവിലയുടെ
കാര്യം നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ ഇന്നലെയും ഇന്നുമായി 13,000-ന്റെയും അതിന് മുകളിലാണ് സ്വർണ്ണവില പവൻ ഒറ്റയടിക്ക് ഉയർന്നത്. അതേപോലെ തന്നെ ഇനി ക്രൂഡ് ഓയിലിന്റെയും വില ഉയരുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്രോൾ, ഡീസൽ, പാചകവാതകം, പ്രത്യേകിച്ചും പാചകവാതകത്തിന്റെ 50% വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അത് മുഴുവൻ വില ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അനുഭവിക്കുന്ന രാജ്യം ഒന്ന് UAE തന്നെയാണ്. സൗദിക്കാണെങ്കിൽ മറ്റു ബദൽ പാതകളൊക്കെ ഉണ്ട് ഈ മേഖലയിൽ നിന്ന് പുറത്തേക്ക് കടക്കും, കുറച്ച് ചെലവ് കൂടുമെങ്കിലും. പക്ഷേ UAEയുടെ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ മറ്റു പാതകൾ UAEക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇപ്പോൾ മിക്ക കമ്പനികളും, കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുന്നു എന്ന തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വന്ന വാർത്ത. അതേപോലെ തന്നെ ഇനി ഇറാൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കപ്പൽ പാത അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ മാത്രമല്ല പല സാധനങ്ങളുടെയും വില ഉയരും. അത് നമ്മുടെയൊക്കെ കീശ കീറുന്ന കാര്യമായി മാറും. ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും.